രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമായി നമ്മുടെ ഈ വന്നേരിയുടെ നാടിൽ സജീവ സാന്നിധ്യമായിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം, മാറഞ്ചേരി ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം AK സുബൈറാണ് നമ്മോടൊപ്പം ഉള്ളത്. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഒരു ജനപ്രതിനിധി എങ്ങനെയാവണം എന്നുള്ളതിന്റെ വലിയൊരു മാതൃക കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള AK സുബൈർ. അവരുടെ നിയന്ത്രണത്തിലുള്ള, ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൊന്നാനി ഉപജില്ലാ കലോത്സവം നടക്കുന്നത് എന്നുള്ള ആ ഒരു വിശേഷണം കൂടി ജില്ലാ പഞ്ചായത്ത് അംഗം ഇവിടെ നമ്മളുമായി പങ്കുവെക്കുകയാണ്. അതിലേക്ക് പോവാം. ഈ പൊന്നാനി ഉപജില്ലാ കലോത്സവം നിങ്ങളുടെ ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു? ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ ഇരട്ടി മധുരമാണ് ഈ വിദ്യാലയത്തിൽ ഈ കലോത്സവം നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ ആദ്യഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ എളിയ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു സബ് ജില്ലാ കലോത്സവം നടത്തണമെന്നൊരു പ്രപ്പോസല് AUL നിന്നുണ്ടായിരുന്നു. അന്ന് ഈ വിദ്യാലയത്തിൽ ശോഷിച്ചൊരവസ്ഥയായിരുന്നു. വേണമെങ്കിൽ ഒരു മെയിൻ വേദി പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു സ്റ്റേജും ഓഡിറ്റോറിയവും അപകടകരമായ അവസ്ഥയിൽ ഉണ്ടായിരുന്ന ചുറ്റുമതിൽ പൊളിച്ചുകൊണ്ട് ആവശ്യമായ ബിൽഡിങ്ങുകൾ വരുത്തിക്കൊണ്ട് ഒപ്പം തന്നെ ബാത്റൂം പോലത്തെ മറ്റു സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഫർണിച്ചറുകളും വൈറ്റ് ബോർഡുകളും കമ്പ്യൂട്ടറുകളും അടങ്ങുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും ഒരുക്കിക്കൊണ്ടാണ് ഇന്ന് ഈ വിദ്യാലയത്തിൽ കലോത്സവം നടക്കുന്നത് എന്നത് ഏറെ അഭിമാനം ഉള്ള ഒരു സംഗതിയാണ്. ഞങ്ങളൊക്കെ സംബന്ധിച്ച് ജനപ്രതിനിധി എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് പടിയിറങ്ങാൻ പോകുമ്പോൾ ഈ ജില്ലയിലെ തന്നെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഡിവിഷനിലെ വിദ്യാലയത്തിൽ ഈ സമയത്ത് കലോത്സവം നടക്കുമ്പോൾ എന്നെ പോലെയുള്ള ആളുകൾക്കും ഒപ്പം തന്നെ എനിക്കും അത് ഇരട്ടി മധുരമാണ് അനുഭവിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക സാഹചര്യങ്ങളിൽ വലിയ മാറ്റം ഉണ്ടായി. അതുപോലെ തന്നെ അക്കാദമിക് രംഗങ്ങളിലും സ്കൂൾ വലിയൊരു കുതിച്ച് ചാട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ സ്കൂളിന്റെ ഒരു മികവിന്റെ ഒരു കേന്ദ്രമായി മാറുന്ന ഒരു വിദ്യാലയത്തിൽ ഇങ്ങനെ ഒരു സബ് ജില്ലാതല കലോത്സവം നടക്കുമ്പോൾ അത് എങ്ങനെയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ നിങ്ങൾ അഭിമാനം കൊള്ളുന്നതിൽ എന്താണ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് പൊതുജനങ്ങളോട് പറയാം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിദ്യാലയത്തിൽ ഏറെക്കുറെ 10-75 സ്കൂളുകളെ പ്രതിദാനം ചെയ്തുള്ള ഒരു കലാമേള നടക്കുമ്പോൾ അതിനുണ്ടാകുന്ന സൗകര്യക്കുറവുകളായിരുന്നു എന്നെ സംബന്ധിച്ച് ആദ്യം അലട്ടിയിരുന്നത്. എന്നാൽ ആ ഒരു കലാമേള നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒത്തുചേർന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ മേഖലയിലെ അല്പം ചില കുറവുകൾ അത് പരിഹരിച്ചുകൊണ്ട് പാഠ്യരംഗത്താണെങ്കിൽ സബ് ജില്ലയിലെ മികവുറ്റ വിദ്യാലയമായും പാഠ്യേതര വിഷയങ്ങളാണെങ്കിൽ മികവുറ്റ വിദ്യാലയമായി എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും ഗ്രൗണ്ടുകളായാലും നീന്തൽക്കുളമായാലും ടറഫ് ആയാലും അനുബന്ധ സൗകര്യങ്ങൾ കൂടി ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഈ വിദ്യാലയത്തെ ഉയർത്തി എന്നതിന്റെ ഒരു സന്തോഷമുണ്ടല്ലോ. ആ സന്തോഷം ഈ നാട്ടുകാരോടൊപ്പം അതിലുപരി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പങ്കുവെക്കാൻ കഴിയും, എനിക്ക് സന്തോഷിക്കാൻ കഴിയും. എന്നെ സംബന്ധിച്ച് ഈ പടിയിറങ്ങുന്ന സമയത്ത് ഈ ഇത്തരം ഒരു മേള എല്ലാ അർത്ഥത്തിലും നമുക്കൊക്കെ അറിയാം, ഏഷ്യയിലെ ഏറ്റവും വലിയ മേളയിലേക്കുള്ള ഒരു പ്രയാണമാണ് ഈ സബ് ജില്ലാ കലോത്സവം, റവന്യൂ ജില്ലാ കലോത്സവവും ഒപ്പം തന്നെ സംസ്ഥാന കലോത്സവത്തിലേക്ക് വരുമ്പോൾ നല്ല നിലവാരമുള്ള പരിപാടികൾ നടത്താൻ പറ്റിയ ഒരു സൗകര്യം ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഇത് ജനങ്ങളിലെത്തിക്കാം. മാധ്യമ പ്രവർത്തകരടക്കമുള്ള എല്ലാവരും ഈ കലോത്സവത്തെ ചേർത്ത് പിടിച്ചിരിക്കുന്നതിന്റെ നഗ്നമായ ഉദാഹരണമാണ് ഈ ജനാവലി എന്ന് എനിക്ക് പറയാൻ കഴിയും. ഏതായാലും വളരെ സന്തോഷമാണ് ഈ കലോത്സവം ഇവിടെ നടക്കുന്നതിലുള്ളത് എന്ന് നിസ്സംശയം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കലോത്സവത്തിന്റെ ഉദ്ഘാടന ദിവസം മുതൽ ഇന്ന് വരെ, ഇന്നിപ്പോ ഒരു ട്രോഫി കമ്മിറ്റിയുടെ ഉദ്ഘാടനം കഴിഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ ഓരോ വേദികളിൽ നടക്കുന്ന മത്സരങ്ങൾ ഇതൊക്കെ വീക്ഷിച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. എങ്ങനെയാണ് ആ മത്സരങ്ങളെ സംബന്ധിച്ച് ഉള്ള ഒരു വിലയിരുത്തൽ? നമ്മളെ സംബന്ധിച്ച് ഇവിടെ കാണുന്ന മത്സരങ്ങളെ ഒന്ന് വീക്ഷിക്കുമ്പോൾ ഒരു നല്ല നിലവാരമുള്ള ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന കലോത്സവത്തിന്റെ പ്രീതിയും ആ ഒരു നിലവാരവുമാണ് ഇവിടുത്തെ ഓരോ വേദികളിലെയും കലാകാരന്മാരുടെ കലാപ്രകടനങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ നല്ല ചിട്ടയോടുകൂടി അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള വളരെ മനോഹരമായ
പരിപാടികളാണ് ഈ വ്യത്യസ്ത സ്റ്റേജുകളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്റ്റേജുകളും ഓരോ വേദികളിലും ഒന്നിനപ്പുറത്ത് ഒന്നായി ഭംഗിയും സൗകര്യവും വളരെ ചിട്ടയോടുകൂടിയുള്ള പരിപാടികളാണ് നടക്കുന്നത്. അതും ഈ കലാമേളയെ വ്യത്യസ്തമാക്കൂ എന്നതാണ് എനിക്ക് പറയാനുള്ളത്.